വെൽക്കം. റഹ്മാനാണ്. ആന്റിബയോട്ടിക്സ് വീഡിയോ സീരീസിൽ നമ്മൾ പ്രോട്ടീൻ സിന്തസിസ് ഇൻഹിബിറ്റേഴ്സിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മാക്രോലൈഡ്സ് വിഭാഗം, എറിത്രോമൈസിൻ, ആ വിഭാഗം മരുന്നുകളെ പറ്റിയാണ് പറഞ്ഞത്. സോ മാക്രോലൈഡ്സ് ദെൻ പിന്നെ ഈ ഗ്രൂപ്പ് ലിങ്കോസമൈഡ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ്, ദെൻ ഓൾസോ സ്ട്രെപ്റ്റോഗ്രാമിൻ. സോ ഇവ മൂന്നും കൂടി ചേർത്തിട്ട് MLS ഗ്രൂപ്പ് എന്ന് പറയുന്നു നമ്മൾ പറഞ്ഞു. കാരണം ഇവിടെ മെക്കാനിസം ഓഫ് ആക്ഷൻ ഒക്കെ വളരെ ക്ലോസ് ആണ്, വെരി സിമിലർ ആണ്. സോ അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ മാക്രോലൈഡ് പറഞ്ഞു. സോ ഈ വീഡിയോയിൽ നമ്മൾ ലിങ്കോസമൈഡ്സ്, അതിലെ പ്രധാനപ്പെട്ട മരുന്നാണ് ക്ലിൻഡാമൈസിൻ. സോ ഇതിനെ പറ്റിയാണ് നമ്മൾ പറയാം. ലിങ്കോസമൈഡ് ഗ്രൂപ്പിലെ ആദ്യ മരുന്ന് ലിങ്കോമൈസിൻ ആയിരുന്നു ആദ്യം നമ്മൾ കണ്ടുപിടിച്ചത് സ്ട്രെപ്റ്റോമൈസസ് എന്ന് തന്നെയാണ്. സ്ട്രെപ്റ്റോമൈസസ് ലിങ്കോലെൻസിസ് എന്നാണ് കണ്ടുപിടിച്ചത്. പിന്നെ നമുക്ക് റോസിയോളസ് അതിൽ നിന്നും കിട്ടുന്നുണ്ട്, റോസിയോളസ്. പക്ഷേ ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട മരുന്ന് ക്ലിൻഡാമൈസിൻ ആണ്. ഈ ക്ലിൻഡാമൈസിൻ എന്ന് പറഞ്ഞാൽ ലിങ്കോമൈസിനെ ഒന്ന് ക്ലോറിനേറ്റ് ചെയ്താണ്. സോ ദിസ് ഈസ് ക്ലോറിനേറ്റഡ് ലിങ്കോമൈസിൻ തന്നെയാണ് ഈ ക്ലിൻഡാമൈസിൻ എന്ന് പറയുന്നത്. ഞാൻ വേറൊരു മരുന്ന് പറയുകയാണെങ്കിൽ അത് പ്രിലിമൈസിൻ ആണ്. പ്രിലിമൈസിൻ എന്ന് പറയുന്ന മരുന്നുണ്ട്, ഫേമസ് ഒന്നുമല്ല. ആൻഡ് സ്ട്രക്ചറലി ഈ ഗ്രൂപ്പ് എല്ലാ മരുന്നുകളും തന്നെ അമൈഡ്സിലാണ് അവസാനിക്കുക. സോ ഒരു അമൈഡ് ഉണ്ട് ഇതിനകത്ത്. ആൻഡ് ഇവിടെ പ്രവർത്തന രീതി നമ്മൾ പറഞ്ഞു പ്രോട്ടീൻ സിന്തസിസ് ഇൻഹിബിറ്റർ ആണ് നമ്മൾ പറഞ്ഞു. റൈബോസോമിന്റെ, അപ്പോൾ വീണ്ടും നമ്മൾ mRNA വരയ്ക്കുന്നു. റൈബോസോം 30S 50S വലുതായിരിക്കണം. 50S ഇതായിട്ട് കൂട്ടിയാൽ 50Sന്റെ 23S RNAയിൽ തന്നെയാണ് ഇതും വർക്ക് ചെയ്യുക. ഒട്ടിച്ചേരുന്നത് ക്ലോറാംഫെനിക്കോളും നമ്മുടെ മാക്രോലൈഡ്സ് ആ ഗ്രൂപ്പ് ഒട്ടിച്ചേരുന്നതിന്റെ ഇടയിലാണ് ഇത് ഒട്ടിച്ചേരുക. സോ 50Sലെ ഇത് എവിടെയാണ് പിടിക്കാന്ന് വെച്ചാൽ വീണ്ടും അത് തന്നെ സെയിം A സൈറ്റിലാണ് ഇത് ഒട്ടിച്ചേരുക. A സൈറ്റിൽ അമിനോ അസൈൽ TRNA ഒട്ടിച്ചേരേണ്ട ഭാഗത്ത് തന്നെയാണ് ഇത് ഒട്ടിപ്പിടിക്കുക. സോ പ്രോട്ടീൻ ഉണ്ടാകുന്നതിന്റെ ഇനീഷ്യേഷൻ കോംപ്ലക്സ് ഫോർമേഷൻ ആണ് തടയപ്പെടുക. സോ ഇനീഷ്യേഷൻ കോംപ്ലക്സ് ഉണ്ടാവുന്നില്ല. അപ്പോൾ ഉണ്ടാവണമെങ്കിൽ തന്നെ ഇപ്പോൾ രണ്ട് സൈറ്റും ഞാൻ വരയ്ക്കാം. ദാറ്റ് ഈസ് P സൈറ്റ് ആണ്. ഇപ്പോൾ രണ്ട് പ്രോട്ടീൻ ഉണ്ടായെന്ന് വിചാരിക്കാം. പരമാവധി ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ, രണ്ട് പ്രോട്ടീൻ അല്ല, 2 അമിനോ ആസിഡ്, പരമാവധി 4 അമിനോ ആസിഡ് വരെയുള്ള ഒരു പ്രോട്ടീൻ ഉണ്ടാകാൻ പറ്റുള്ളൂ. അതിനുശേഷം വീണ്ടും അമിനോ ആസിഡ് പിടിപ്പിക്കൽ നടക്കും. സോ അതാണ് പ്രശ്നം. സോ അതുകൊണ്ട് ഇവയെ നമ്മൾ ഇനീഷ്യേഷൻ ഇൻഹിബിറ്റേഴ്സ് എന്ന് വിളിക്കുന്നുണ്ട്. സോ ദീസ് ആർ ഇനീഷ്യേഷൻ ഇൻഹിബിറ്റേഴ്സ് എന്നും വിളിക്കുക. വലിയ പ്രോട്ടീൻ ഉണ്ടാവത്തില്ല. സോ ഏർലി ഡിസോസിയേഷൻ അവിടെ ആകുമ്പോഴത്തേക്കും അതങ്ങ് വിട്ടുപോകും. സോ ഗ്രോയിങ് പെപ്റ്റൈഡ് ഫോർമേഷൻ നടക്കില്ല. സോ ഇത് പുറത്തു പോകുന്നത് തടയുകയും ചെയ്യും, ഇത് അവിടെ തന്നെ കിടക്കുകയും ചെയ്യും. സോ ബാക്കി പരിപാടികളും നടക്കില്ല. അതുകൊണ്ട് ഇവ ഇനീഷ്യേഷൻ ഇൻഹിബിറ്റേഴ്സ് എന്നും നമ്മൾ വിളിക്കാറുണ്ട്. ഇനി ഇവിടെ സ്പെക്ട്രം പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാം പോസിറ്റീവ് ആണ്. ഗ്രാം പോസിറ്റീവ് എയ്റോബിക് ആൻഡ് ഓൾസോ എനൈറോബിക്, രണ്ടിലും പ്രവർത്തനമുണ്ട്. അനൈറോബിക് നോക്കി വെച്ചേക്കുക. ആൻഡ് ഗ്രാം നെഗറ്റീവിൽ ഫലമില്ല. എയ്റോബിക്കിലൊന്നും പ്രവർത്തനം ഇല്ല. ദെൻ വേറെ ഏതെങ്കിലും ഫലമുണ്ടോ? ഉണ്ട്. പാരസൈറ്റിക് ഇൻഫെക്ഷനിൽ ഫലമുണ്ട്, പ്രോട്ടോസോവൽ ഇൻഫെക്ഷനിൽ ഫലമുണ്ട്. സോ ഇതിലും കൂടി ആക്റ്റീവ്. സോ അപ്പോൾ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ക്ലിൻഡാമൈസിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാം. ക്ലിൻഡാമൈസിൻ ഇസ് ദ ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ അനൈറോബിക്. സോ ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അനൈറോബിക് ഇൻഫെക്ഷൻസിലാണ് നമ്മൾ ഇത് ഉപയോഗിക്കുക. പ്രധാനമായിട്ടും അനൈറോബിക് ഇൻഫെക്ഷനിലാണ്. അപ്പോൾ ഏതെല്ലാം അനൈറോബിക് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 ഈസ് പ്രിവോട്ടല്ലയിലാണ്. പ്രിവോട്ടല്ല ഇൻഫെക്ഷൻസിലാണ് ഏറ്റവും അധികം ഉപയോഗിക്കുക. പ്രിവോട്ടല്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഡയഫ്രത്തിന്റെ മുകളിൽ വരുന്നതാണ് പ്രിവോട്ടല്ല ഇൻഫെക്ഷൻസ്. ഇതിനുള്ള ഡ്രഗ് ഓഫ് ചോയ്സ് ഇതാണ്. ദെൻ പിന്നെ നമ്മളിത് വൈഡായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ബാക്ടീരിയോയിഡ് ഫ്രജിലിസിനാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എപ്പോഴും ഉപയോഗിക്കാം. പക്ഷേ ഇപ്പോൾ നമുക്ക് മറ്റവൻ ഉണ്ട്, മെട്രോണിഡസോൾ നമ്മുടെ കയ്യിലുണ്ട്. സോ അതുകൊണ്ട് സെക്കൻഡ് ആയിരിക്കും ഇപ്പോൾ ഉപയോഗിക്കാം. ഡ്രഗ് ഓഫ് ചോയ്സ് ഈസ് നൗ മെട്രോണിഡസോൾ ആയി. ഇനി അനൈറോബിക് സ്ട്രെപ്റ്റോകോക്കയിൽ ഉപയോഗിക്കാം. അനൈറോബിക് തന്നെ സ്ട്രെപ്റ്റോകോക്കയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട്. ദെൻ അപ്പോൾ അതുകൊണ്ട് ഉപയോഗങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ നമുക്ക് സെപ്റ്റിസീമിയയിൽ നമുക്ക് ഉപയോഗിക്കാം. ദെൻ ഇൻട്രാ അബ്ഡോമിനൽ ഇൻഫെക്ഷൻസിൽ നമുക്ക് ഉപയോഗിക്കാം. ദെൻ ഗൈനക്കോളജിക്കൽ ഇൻഫെക്ഷൻസ്, ബവൽ, അങ്ങനെയൊക്കെയുള്ള അവിടേക്കുള്ള ഇൻഫെക്ഷൻസിലൊക്കെ നമുക്ക് കാര്യമായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഒരു ടൈപ്പ് ഓഫ് ഉപയോഗം. രണ്ടാമത്തെ നമ്മൾ വൈഡായിട്ട് ഈ ക്ലിൻഡാമൈസിൻ എന്ന് പറയുന്നത് വേറെ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് ടോപ്പിക്കലിയാണ്. ടോപ്പിക്കൽ യൂസ് ഉള്ളത് പ്രധാനമായിട്ടും എയ്റോബിക്കിലാണെങ്കിൽ പ്രൊപ്പിയോണോ ബാക്ടീരിയ അതിൽ എന്താന്ന് വെച്ചാൽ അതിന്റെ പേര് വേറെ രീതിയിൽ പറഞ്ഞാൽ എക്നി വൾഗാരിസ് പോലെയുള്ള പ്രശ്നങ്ങളിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം. മുഖക്കുരുവിൽ പുരട്ടാനായിട്ട് ഉപയോഗിക്കാം. ദെൻ രണ്ടാമത് നമുക്ക് ബാക്ടീരിയൽ വജൈനോസിസിലും നമുക്ക് ഉപയോഗിക്കാം. സോ എക്നിയിൽ, മുഖക്കുരുവിലാണ് ഇത് വൈഡായിട്ട് ഉപയോഗിക്കുക. ചെറുപ്പക്കാർക്കൊക്കെ ക്ലിൻഡാമൈസിൻ അറിയാൻ പറ്റും. അത് ഉപയോഗിക്കുന്നത് ഉദാഹരണം ഒറ്റയ്ക്കായിരിക്കില്ല. ക്ലിൻഡാമൈസിൻ പ്ലസ് നിക്കോട്ടിനാമൈഡ് കൂടിയായിരിക്കും. നിക്കോട്ടിനാമൈഡ് ചേർത്ത് നമുക്ക് ഉപയോഗിക്കാം. ഓർ ക്ലിൻഡാമൈസിൻ പ്ലസ് വേറെ നമ്മുടെ ട്രെറ്റിനോയിഡ് ആ ഗ്രൂപ്പിൽ വരുന്ന വൈറ്റമിൻ എ ഡെറിവേറ്റീവ് ആയിട്ടുള്ള ട്രെറ്റിനോയിൻ ഗ്രൂപ്പിൽ വരുന്ന അഡാപാലിൻ ചേർത്ത് ഉപയോഗിക്കും. ഓക്കെ. സോ ഇത് രണ്ടും
ഉപയോഗിക്കുന്നത് ആക്നിയിലാണ്. സോ ഇത് വൈഡായിട്ട് അപ്പോൾ ഉപയോഗിക്കുന്നത് ടോപ്പിക്കൽ ആക്നിയിലാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കും. സോ ഫുൾ ഓവർനൈറ്റ് ഒക്കെ നമുക്ക് പറ്റാം, 2 നേരമൊക്കെ ആയിരിക്കും പറ്റേണ്ടി വരിക, എങ്കിലും രാത്രി ഓവർനൈറ്റ് ഒക്കെ പറ്റി വയ്ക്കുന്നതിലും കുഴപ്പമൊന്നുമില്ല. ഇത് ചെയ്യുന്നത് ന്യൂ സ്കാർസ് ഡെവലപ്മെന്റ് കുറയ്ക്കുക, പുതിയ സ്കാർ വരുന്നതാണ് കുറയ്ക്കുക. ആൻഡ് എക്സിസ്റ്റിംഗ് സ്കാറിന്റെ ഇൻഫ്ലമേഷൻ ഒക്കെ കുറയും. ആന്റിബയോട്ടിക് ആണല്ലോ, ഇൻഫ്ലമേറ്ററി ആൻഡ് ഡിസ്കളറേഷൻ ഒക്കെ കുറയ്ക്കും. കുറച്ച് നാൾ ഉപയോഗിക്കേണ്ടി വരും, 3 to 4 മാസം, കുറച്ച് സമയം പിടിക്കും. 8 to 12 വീക്സ് ഒക്കെ ആകുമ്പോഴായിരിക്കും നല്ല ഫലങ്ങളൊക്കെ കിട്ടി തുടങ്ങും. ആൻഡ് ദിസ് വൺ അഡാപ്പലിൻ ഞാൻ പറഞ്ഞു ട്രെറ്റിനോട്ട് ലൈക്ക് ആണെന്ന് പറഞ്ഞു. സോ അതിനും മുഖക്കുരുവിനെതിരെയുള്ള ആക്ഷൻ ഉള്ളതാണ് ട്രെറ്റിനോയിൻ. നമ്മൾ അതിനെ കുറിച്ച് പറയുമ്പോൾ ഇത് കൂടുതലായിട്ട് അവിടെ പറയാം. ഓക്കെ, സോ എനിവേ അഗ്നിയിൽ ഉപയോഗിക്കുന്ന മരുന്നാണ്. ഇനി നമ്മൾ പറയേണ്ടത് പ്രോട്ടോസോവൽ ഇൻഫെക്ഷൻസിൽ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുക എന്ന് ചോദിച്ചാൽ, പ്രോട്ടോസോവകൾ അനൈറോബിക് ആണ് നമുക്കറിയാം. ഇപ്പോൾ ഏറ്റവും ഫേമസ് ന്യൂമോസിസ്റ്റിസ് ജെറോവിക്കയിൽ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ന്യൂമോസിസ്റ്റിക് ജെറോവിക്കയിൽ നമുക്കറിയാം കോട്രൈമോക്സോൾ ആണ് ഡ്രഗ് ഓഫ് ചോയ്സ്, നമുക്കറിയാം, അത് ഉപയോഗിക്കാം. ദെൻ ടോക്സോപ്ലാസ്മയിൽ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ദെൻ മലേറിയയിൽ നമ്മൾ ഉപയോഗിക്കുക പ്രൈമാക്വിൻ ഓർ ക്യുനൈൻ്റെ ഒപ്പം നമ്മൾ മലേറിയയിൽ ഉപയോഗിക്കും. ഇനി ഇതല്ലാതെ വേറെ ടൈപ്പ് ഓഫ് കാറ്റഗറി ഉപയോഗം കൂടി ഇതിനുണ്ട്. അത് ബാക്ടീരിയകൾ ടോക്സിൻസ് ഉണ്ടാക്കും, അല്ലെ, ബാക്ടീരിയകൾ ടോക്സിൻസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയ ടോക്സിന്റെ പ്രൊഡക്ഷൻ അങ്ങ് വേഗം കുറയ്ക്കാനായിട്ട്. അങ്ങനെ കൊല്ലാൻ നമുക്ക് വേറെണ്ണം ഉപയോഗിക്കാം, പക്ഷേ എൻ്റെ ടോക്സിൻസ് പ്രൊഡക്ഷൻ കുറയ്ക്കാനായിട്ട്. ഉദാഹരണം ഫേമസ് ക്ലോസ്ട്രിഡിയം സ്പീഷീസ് ആണ്. ക്ലോസ്ട്രിഡിയം ഏതൊക്കെ നമുക്ക് കേട്ടിട്ടുള്ളത്? ടെറ്റനി നമ്മൾ കേട്ടിട്ടുണ്ട്. ദെൻ ബോട്ടുലിനം അല്ല, ഫേമസ് ആണ്. ദെൻ പെർഫ്രിഞ്ചൻ. സോ ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരെണ്ണം കൂടി ഞാൻ പിന്നീട് പറയും. സോ ഇതിനൊക്കെ യൂസ് ഉള്ളതാണ്. ഇതിൻ്റെയൊക്കെ ടോക്സിൻ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ ട്രീറ്റ്മെന്റിനൊപ്പം കൊടുക്കും. ടോക്സിൻ ഷോക്ക് സിൻഡ്രോം എന്ന് വെച്ചാൽ ബാക്ടീരിയ നമ്മൾ കൊല്ലുമ്പോഴത്തേക്കും ടോക്സിൻ ഒരുപാട് വന്നിട്ട് ടോക്സിൻ മൂലമുള്ള ഷോക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ അത് കുറയ്ക്കാനായിട്ട് ആദ്യമേ അപ്പോൾ നമ്മൾ ക്ലിൻഡാമൈസിനും കൂടി ചേർത്ത് കൊടുക്കാറുണ്ട്. ക്ലിൻഡാമൈസിൻ നമുക്ക് IV ആയിട്ടോ IM ആയിട്ടായിരിക്കും. ഇഞ്ചക്ഷൻ ആയിട്ട് കൊടുക്കണമെങ്കിൽ IV ഓർ IM, ഓറൽ കൊടുക്കാറില്ല. ദെൻ ടോപ്പിക്കലി നമ്മൾ പറഞ്ഞു വജൈനൽ റൂട്ടിൽ കൂടി കൊടുക്കാം. ദെൻ മുഖത്ത് മോക്കുരുവായിട്ട് പറ്റാനും കൊടുക്കാം. ദെൻ ഡ്രഗിന് CSF പെനിട്രേഷൻ കുറവാണ്. ഓക്കെ, ദെൻ മരുന്ന് മെറ്റബോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ ചില സൾഫോക്സൈഡ്സ് ഉണ്ടാവാറ്. സോ ലിവറിൽ മെറ്റബോളൈസ് ചെയ്യുന്നുണ്ട്. സോ ലിവർ ഡിസീസസിൽ നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. കിഡ്നി ഡിസീസിൽ ഇത് സേഫ് ആണ്. സോ റീനൽ സേഫ് ആണ്, ഡോസ് റിഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ലിവർ ഡിസീസിൽ മരുന്നിന്റെ എമൗണ്ട് കുറക്കേണ്ടി വരും. പിന്നെ നമുക്ക് പറയാനുള്ളത് അഡ്വേഴ്സ് എഫക്റ്റ് ആണ്. ADR പറയുമെങ്കിൽ ഫസ്റ്റ് GI പ്രോബ്ലംസ് ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനം സൂപ്പർ ഇൻഫെക്ഷൻസ് ആണ്. സൂപ്പർ ഇൻഫെക്ഷൻസ് ഏറ്റവും പ്രശ്നമുള്ള GI ഫ്ലോറയിലുള്ള നമുക്ക് നല്ല ബാക്ടീരിയകളൊക്കെ നശിക്കുന്നുണ്ട്. ക്ലോസ്ട്രിഡിയം ഞാൻ നേരത്തെ പറഞ്ഞു, ക്ലോസ്ട്രിഡിയം മറ്റേതിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. ക്ലോസ്ട്രിഡിയം ഡിഫിഷേൽ എന്ന് പറയുന്ന സംഭവം കൂടുതലായിട്ട് വളരും, അപ്പോൾ സൂപ്പർ ഇൻഫെക്ഷൻ ഉണ്ടാകും. സോ ദിസ് ക്യാൻ കോസ് എ ഡിസീസ് കോൾഡ് ആസ് സ്യൂഡോ മെംബ്രേനിയസ് കൊളൈറ്റിസ് ഉണ്ടാകും. സോ കഠിനമായ വയറിളക്കമാണ് പ്രശ്നം. സോ അപ്പോൾ നമ്മൾ ക്ലോസ്ട്രിഡിയം ഡിഫിഷേൽ അതിനെതിരെ ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുക്കേണ്ടി വരും. സോ ബാക്കി എല്ലാ ക്ലോസ്ട്രിഡിയത്തിനെതിരെ ഈ മരുന്ന് കൊടുക്കുമ്പോൾ ഈ മരുന്ന് മൂലമുള്ള ക്ലോസ്ട്രിഡിയത്തിന് നമ്മൾ എന്തായിരിക്കും? നമ്മൾ വാങ്കോമൈസിൻ ആണ്, ഓറൽ വാങ്കോമൈസിൻ ആണ് നമ്മൾ പറഞ്ഞത്. ദെൻ സ്കിൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, അലർജിക് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ട് ഉണ്ടാക്കാം. ദെൻ ലോക്കൽ ഇഞ്ചക്ഷൻസ് ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ദെൻ ഈ സ്കിൻ പ്രശ്നങ്ങൾ HIV രോഗികളിലൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതലായിരിക്കും. ദെൻ പിന്നെയുള്ള പ്രശ്നം ന്യൂറോ മസ്കുലാർ ബ്ലോക്കേഡ്, അങ്ങനെയും ആ സാധ്യതയും ഉണ്ട്. ഇനിയുള്ളത് റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ MLS ഗ്രൂപ്പിൽ പറഞ്ഞതാണ്. MLS ക്രോസ് റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ടാകാമെന്ന് പറഞ്ഞു. സോ സെയിം മെക്കാനിസം ഓഫ് ദാറ്റ് ഓഫ് മാക്രോലൈഡ്സിന് എന്തുകൊണ്ട് റെസിസ്റ്റൻസ് ഉണ്ടാവുന്നു അത് തന്നെയാണ് ഇവിടെ. അപ്പോൾ ടാർജറ്റ് മോഡിഫിക്കേഷൻ ആണ് ഒരു പ്രശ്നം. ഒട്ടിപ്പിടിക്കേണ്ട ആ ഭാഗത്ത് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അതുണ്ടാക്കാനുള്ള കാരണം എറിത്രോമൈസിൻ മെത്തിലേറ്റിംഗ് ജീൻ, ഈ RM ജീൻസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അവിടെ പറഞ്ഞാണ് അഡിനിന് പറയും മെത്തിലേഷൻ നടക്കുന്നതുകൊണ്ട് ഒട്ടിച്ചേരാൻ പറ്റുന്നില്ല. അതാണ് ഒരു പ്രശ്നം. ദെൻ ആന്റിബയോട്ടിക് ഇനാക്ടിവേഷൻ ഈസ് അനദർ പ്രോബ്ലം. ആന്റിബയോട്ടിക് ഇനാക്ടിവേഷൻ എന്ന് വെച്ചാൽ ഫോസ്ഫോറിലേഷൻ നടത്താം, അല്ലെങ്കിൽ അഡിനൈലേഷൻ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ചെയ്തിട്ട് മരുന്നിനെ നിർവീര്യമാക്കി കളയാം. അതാണല്ലോ ആന്റിബയോട്ടിക് ഇനാക്ടിവേഷൻ. സോ ഇത്രയും ചെയ്യാം. സോ ഇതാണ് നമുക്ക് ക്ലിൻഡാമൈസിൻ ഓർ ലിങ്കോസമൈഡ് ഗ്രൂപ്പിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.